ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് രാത്രി നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള രാവിലെയാണ് കേട്ടോ. ഉള്ള മാവിൻ്റെ ഇലയും മാങ്ങയും എല്ലാം താഴെ പോയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വ്ളോഗാണ്. 2 ദിവസമായിട്ട് നമ്മൾ വ്ളോഗ് ഇടുന്നില്ല. അപ്പോൾ ഇന്നാണ് എഡിറ്റിങ്ങൊക്കെ ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 7:30 8 മണിയൊക്കെ ആയപ്പോഴാണ് അടുപ്പ് കത്തിച്ചത് കേട്ടോ. ഇപ്പം പള്ളി മദ്രസയും അവധിയാണ്. 17-ാം തീയതി വരെ നമുക്ക് മദ്രസയിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് കേട്ടോ ഞാൻ എണീക്കുന്നത്. വാപ്പ കടയിൽ പോയിട്ട് പിന്നെ രാവിലെ വാപ്പ പോകും, വെളുപ്പിനെ പോയിട്ട് വരുന്നത് 8:30 ആകുമ്പോഴാണ് വരുന്നത്. മുറ്റം കണ്ടപ്പോൾ തന്നെ ആ ഒരു ദിവസത്തെ എനർജി മൊത്തം പോയി കേട്ടോ. ഭയങ്കര നെഗറ്റീവ് കണ്ടപ്പോൾ മൊത്തം മുടിഞ്ഞു വാരി വൃത്തികേടായി കിടക്കുകയാണ്. ഒരു മഴ അങ്ങോട്ട് പെയ്തതേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. നല്ല മഴയൊന്നും അല്ലായിരുന്നു, ഒരു ചെറിയൊരു ചാറ്റൽ മഴ പോലെയൊക്കെ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നിന്നോളൂ മഴ, പക്ഷെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. മഴയോടുകൂടി തന്നെ കാറ്റും ചെറിയ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ള മാങ്ങയും അതുപോലെ തന്നെ ഇലകളും ഒക്കെ അങ്ങ് വൃത്തികേടായി കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ള ഉഷാറങ്ങ് പോയി കിട്ടി. അപ്പോൾ അനിയത്തി അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് പാലിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പം ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അനിയത്തി അവിടെ വെള്ളമൊക്കെ കോരി നിറയ്ക്കുകയാണ് കേട്ടോ. വെള്ളം കോരി നിറയ്ക്കാൻ വേണ്ടി കിണറ്റിൽ വെള്ളമില്ല, എന്നാലും കിടക്കുന്ന വെള്ളം നമ്മളിങ്ങനെ ഊറ്റിപ്പറക്കിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പാത്രം കഴുകാനും ഒക്കെ കൊള്ളത്തുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഉള്ള വെള്ളം നമുക്ക് കിട്ടുന്നത് തന്നെ അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാനൊക്കെ ആയിട്ട് എടുക്കും. കുടിക്കാൻ വേണ്ടി അത്ര നല്ല വെള്ളം അല്ല കേട്ടോ. പിന്നെ ദേ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒന്ന് വിരിച്ചൊക്കെ ഇടണം. ആ വിധത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നല്ല വെള്ളത്തിലൊന്ന് ഊരിപ്പിഴിഞ്ഞ്, നല്ല വെയിലല്ലേ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ കഴുകി വെച്ചിട്ട് സോപ്പിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നലത്തെ ആ ഒരു മഴയിൽ എൻ്റെ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം കിട്ടിയത് കൊണ്ട് തന്നെ ഇച്ചിരി ഉഷാറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ള ചെടിയെല്ലാം വാടി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളമൊന്നും നമുക്കില്ല. ഞാനാണെങ്കിൽ തുണി കഴുകിയിട്ട് അതിൻ്റെ ഒരുപാടങ്ങ് സോപ്പുള്ള വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ. സോപ്പ് പൊടിയൊന്നും ഉള്ള വെള്ളം ഞാൻ ഒഴിക്കാറില്ല. പിന്നെ രണ്ടാമതൊക്കെ നമ്മൾ കഴുകിയെടുക്കത്തില്ലേ, ആ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെന്തായാലും സാൽവിയൊക്കെ എല്ലാം പോയിട്ടുണ്ട്, ഒന്നുപോലും ഇല്ല, എല്ലാം പോയി. മുളക് തൈ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി കേട്ടോ. അത്യാവശ്യം കാന്താരിയും പച്ചമുളകും ഉണ്ടല്ലോ, നമ്മുടെ കറിപ്പച്ചമുളക്, അതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ അതെല്ലാം പോയി. നമ്മളെന്തോ ചെയ്യാനാണ് വെള്ളമില്ലെങ്കിൽ. ഇപ്പോൾ രണ്ടാമതെല്ലാം നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി എടുക്കണം. പിന്നെ കുറച്ച് വിറകൊക്കെ കീറാൻ വേണ്ടി ഇറങ്ങി. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ സോയ ബിരിയാണി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാത്തുവിനത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സോയാബീൻ ഇരിപ്പുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റോസ്റ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ട് ഒരു സോയ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അതിൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നൊരു റെസിപ്പിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ചെയ്യാം. പിന്നെ കറി ഇരിപ്പുണ്ട് കേട്ടോ. മത്തിയായിരുന്നു മീൻ, അപ്പം കറി ഇരിപ്പുണ്ട്. വേറെ കറിയൊന്നും നമുക്ക് പ്രത്യേകിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ബീട്രൂട്ടിൻ്റെ ഒരു തോരൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു ബിരിയാണി തട്ടിക്കൂട്ടി ഇങ്ങ് എടുത്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ വിറക് വെട്ടിക്കീറാൻ വന്നത്. ഞാൻ എത്ര കുത്തിയെടുത്തിട്ടും വിറക് അങ്ങോട്ട് കയറുന്നില്ല. അത് മാത്രമല്ല നല്ല വെയിലുമായിരുന്നു കേട്ടോ, തീ പോലുള്ള വെയിൽ. പിന്നെ ഞാനതങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ആണെങ്കിൽ കഴുകി വെച്ചിട്ടുള്ള തുണികൾ കുറച്ച് നല്ല വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് 1-2 വെള്ളം മുക്കി കഴുകിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ വെള്ളം തോരാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, വെയിലങ്ങോട്ട് മാറിയിട്ട് എന്തോ ഒരു മന്ദത പോലെ നിൽക്കുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഈ ഒരു മന്ദതയേ ഉണ്ടായിരുന്നുള്ളൂ, മഴയൊന്നും പെയ്തില്ല. എനിക്ക് തോന്നി മഴയൊക്കെ പെയ്യുമെന്ന്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ നമ്മൾ പിറ്റൊന്നും പ്രതീക്ഷിക്കുമല്ലോ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ മഴയൊന്നും പെയ്തില്ല. ഇന്ന് ഈ വോയിസ് കൊടുക്കുന്ന, ഇന്ന് ഈ അപ്ലോഡ് ആക്കുന്ന ദിവസവും നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ഞാൻ തുണികളൊക്കെ ഒന്ന് വെള്ളം തോരാൻ വേണ്ടി ഇട്ടു. അതേ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ സോയാബീൻ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിളിച്ചുണ്ടൻ മാങ്ങയാണ് ഇത്. വിളഞ്ഞതും വിളയാത്തതും ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അച്ചാറിടാനുള്ള പാകം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അച്ചാറിന് വേണ്ടി കുറച്ച് ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയിലിടാനോ ഒക്കെ എടുക്കാം. പെട്ടെന്ന് പുഴുത്തു പോകുന്നൊരു മാങ്ങയും കൂടെയാണ് കേട്ടോ ഈ കിളിച്ചുണ്ടൻ മാങ്ങ. കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തോ വലുതായിട്ട് പൂത്തതൊന്നുമില്ലായിരുന്നു കേട്ടോ.
അങ്ങനെ ദേ ഞാൻ സോയ ഒന്ന് കുതിർന്ന് വന്നപ്പം 2-3 വെള്ളം ഒന്ന് പിഴിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് തിരുമ്മി ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്, ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ടും ബിരിയാണി വയ്ക്കാം. ഞാൻ അത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതുവരെയും ബിരിയാണി ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ അത് ഞാനൊന്ന് വറുക്കാൻ വേണ്ടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കുറച്ച് ചക്ക അപ്പുറത്തുനിന്ന് കൊണ്ട് തന്നു. ഞാൻ അതരിഞ്ഞ് അവിയലിന് വേണ്ടിയിട്ട് അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്, കുക്കറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള അരപ്പും കൂടെ അരച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മീൻകറി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റും കൂടെ ഇങ്ങനെ തിരുമ്മി എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ ഇടുമല്ലോ. ഞാനിപ്പോൾ ക്യാരറ്റ് ഇട്ടത് ആ ചോറിന് ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ആ ഒരു ഇടികല്ലുണ്ടല്ലോ അതങ്ങോട്ട് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അവിടെ ഉള്ളിയൊക്കെ പൊളിച്ചതിൻ്റെ തോല് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. പിന്നെ ഇത്രയും ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോവുകയൊന്നും വേണ്ട, ഇത്രയും മതി. അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചോറ് വെക്കാൻ വേണ്ടി ഞാനിത് അതായത് ഒരുമിച്ചിട്ട് വെക്കുമല്ല കേട്ടോ. ചോറും മസാലയെല്ലാം ഒരുമിച്ചിട്ട് വെക്കുമല്ല, ചോറൊന്ന് പ്രത്യേകിച്ച് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ബസുമതി റൈസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, ഞാനത് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ടേ ഉള്ള കലത്തിൽ. എന്നിട്ട് വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ ആ ഒരു സോയ ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെയാണ് കേട്ടോ. അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ സവോള അരിഞ്ഞതും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കരിവേപ്പില അതുപോലെ തക്കാളിയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വാടാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണേ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചതച്ച് ചേർത്തതല്ലേ. പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല 1 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയുടെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ലേശം മല്ലിപ്പൊടി കേട്ടോ. ഇപ്പം പിന്നെ ഗരം മസാലയും കൂടെയൊക്കെ ചേർത്ത് പൊടികളൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ അങ്ങ് തട്ടി കൊടുത്ത് മിക്സാക്കി കുറച്ച് നാരങ്ങാനീരും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുളിപ്പിന് വേണ്ടിയിട്ട്, ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അരി ഇടുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ശരിക്കും കാണിക്കാത്തതല്ല, വീഡിയോ എടുക്കാൻ നോക്കി റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നു, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഒരുപാട് തപ്പി നോക്കി ഗാലറിയിൽ, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നതാണ് കേട്ടോ. ക്യാമറ ഓൺ ചെയ്തു, പക്ഷേ റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ മസാലയിലേക്ക് ചോറ് ആ ചൂടോടുകൂടി തന്നെ വാർത്തെടുത്തപ്പോൾ തന്നെ ഞാനതങ്ങ് തട്ടിക്കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ലേശം ഉപ്പും കൂടെയൊക്കെ ഞാനൊന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് അടച്ചു വെച്ച് കുറച്ച് നേരം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പാത്തുന് വിശക്കുന്നേ എന്നുള്ള വിളി വന്നപ്പോഴത്തേക്കും ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും. ബൈ.